നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HSCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. കട്ടപ്പന ഫെസ്റ്റിന് സ്റ്റേഡിയം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസ് കവാടത്തിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ നേരിയ തോതിൽ ഉന്തും തള്ളും. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിൽ ഈ മാസം മുതൽ പ്രവർത്തനം ആരംഭിക്കും. താൽക്കാലികമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സെന്റർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി നിയുക്ത MLA റോയ് കെ പൗലോസ്. നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തകർത്ത ഭൂമാഫിയ. വീട്ടിലേക്കുള്ള കോൺക്രീറ്റ് പാത JCB ഉപയോഗിച്ച് തകർത്തു. വഴി തകർത്തത് ഏതാനും നാളുകൾക്ക് മുൻപ് ഭൂമി വാങ്ങിയ തമിഴ്നാട് സ്വദേശികൾ. മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗത്തിന് നേരെ വന്യജീവി ആക്രമണം. മൂന്നാർ കടലാർ എസ്റ്റേറ്റ് സ്വദേശി പഴനിസ്വാമിയുടെ പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നു. ലയത്തിന് സമീപം പശുവിന്റെ ജഡം കണ്ടെത്തിയത് മേയാൻ വിട്ട പശു തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ. വിശദമായ വാർത്തകൾ. കട്ടപ്പന ഫെസ്റ്റിന് സ്റ്റേഡിയം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസ് കവാടത്തിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രദർശനത്തിനെന്ന പേരിൽ കുറഞ്ഞ തുകയ്ക്ക് ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ സ്റ്റേഡിയം വിട്ടു നൽകിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. നഗരസഭയ്ക്ക് ലക്ഷങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുത്തിയ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. മുൻവർഷങ്ങളിൽ പ്രതിദിനം 1 ലക്ഷം രൂപ വരെ വാടകയായി നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു. നിലവിലെ നടപടിയിലൂടെ 20 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് നഗരസഭയ്ക്കുണ്ടായത്. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് പറഞ്ഞു. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഗവൺമെന്റിന്റെ യാതൊരു വിധത്തിലുള്ള ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിയും വാങ്ങിക്കാതെ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരെ കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൃത്യമായി അഴിമതി നടത്തുന്നതിന് വേണ്ടി നഗരസഭയുടെ ചെയർമാൻ ശ്രീമാൻ ജോയി വെട്ടിക്കുഴി അടക്കമുള്ളവർ ലക്ഷക്കണക്കിന് രൂപ ചില വ്യക്തികളിൽ നിന്നും കൈപ്പറ്റിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഈ നാടിന്റെ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും ഇത്തരത്തിൽ കിട്ടുന്ന പണം ഇവിടെ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് കിഡ്നി പേഷ്യന്റിനെല്ലാം ഉപകാരപ്പെടുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതെല്ലാം സ്വന്തം കീശ വീർപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭാ ചെയർമാനും അദ്ദേഹത്തിന്റെ സിൽബന്ധികളും കൂടി ചേർന്ന് അടിച്ചു മാറ്റിയെടുത്തുകൊണ്ടാണ് ടെസ്റ്റ് എന്നുള്ള നിലക്ക് ഇന്നിപ്പോ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ ആവശ്യമായ വിവിധ വകുപ്പുകളുടെ അനുമതി ലഭിച്ചിട്ടില്ല. എക്സിബിഷൻ നടത്താനെന്ന പേരിലാണ് അപേക്ഷ ലഭിച്ചതെങ്കിലും കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച് അഴിമതി നടത്താനായി ഫെസ്റ്റിന് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും അനുവാദം നൽകുകയായിരുന്നു. അതേസമയം കേസ്മാർട്ട് വഴി ലഭിച്ച മറ്റ് അപേക്ഷകൾ ഉദ്യോഗസ്ഥർ പൂഴ്ത്തിവെച്ചതായും നേതാക്കൾ ആരോപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് M ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ, ജില്ലാ കമ്മിറ്റി അംഗം ജോബി എബ്രഹാം, ബ്ലോക്ക് സെക്രട്ടറി നിയാസ് അബു തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിൽ നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിൽ ഈ മാസം മുതൽ പ്രവർത്തനം ആരംഭിക്കും. താൽക്കാലികമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സെന്റർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി നിയുക്ത MLA റോയ് കെ പൗലോസ് പറഞ്ഞു. മുൻ സർക്കാരിന്റെ കാലത്ത് ചെറുതോണിയിൽ താൽക്കാലികമായി ആരംഭിച്ച ഓപ്പറേറ്റിംഗ് സെന്റർ ജില്ലാ പഞ്ചായത്ത് കെട്ടിടം വിട്ടു നൽകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വാക്കാൽ മാത്രം കരാർ നടത്തിയായിരുന്നു നിലവിലെ പ്രവർത്തനം. കാലാവധി അവസാനിക്കാൻ 10 ദിവസം കൂടി ശേഷിക്കെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തെ ജില്ലാ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ് ഇനി ഓപ്പറേറ്റിംഗ് സെന്റർ മാറ്റുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഇലക്ട്രിക്കൽ ജോലികൾ നേരത്തെ തന്നെ പൂർത്തിയായ സാഹചര്യത്തിൽ ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം സെന്റർ പ്രവർത്തനം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ അടിയന്തരമായിട്ട് 30-ാം തീയതി ആകുമ്പോൾ 3 മാസത്തെ കാലാവധി ആവുകയാണ്. ആ 3 മാസത്തെ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് മുറി ഒഴിവാകണമെന്നുള്ള ആവശ്യം KSRTCയോട് ആ മുറി ഉടമ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ATO ഈ കാര്യം അടിയന്തരമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്.
അത് ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ വരികയും ഇവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ 1-2 കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായത്, അടിയന്തരമായി ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു, അവിടുത്തെ ജില്ലാ മെമ്പർമാരുമായിട്ട് സംസാരിച്ചു. അവരോടുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓപ്പറേറ്റിംഗ് സെൻറ്റർ ഇവിടെ ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള വയറിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്, മറ്റു ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ KSRTCയുടെ ഭാഗത്തുനിന്ന് ഒരു കത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം വളരെ അടിയന്തരമായി ഒരു 10-12 ദിവസത്തിനകം തന്നെ ക്രമീകരിക്കണം എന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് ചെയ്യാമെന്നുള്ളത് അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ പറയുന്ന താൽക്കാലിക സംവിധാനം എന്നുള്ളത് അവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ തന്നെ ഓപ്പറേറ്റിംഗ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ധാരണ. മുൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത 5 സർവീസുകളാണ് നിലവിൽ ചെറുതോണി KSRTC ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തുന്നത്. 4 അടിമാലി സർവീസുകളും അടിമാലി കട്ടപ്പന സർവീസും കഞ്ഞിക്കുഴി ഉൾപ്പെടുന്ന പ്രാദേശിക സർവീസുമാണ് നിലവിലുള്ളത്. നിലവിൽ 25 ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തകർത്ത് ഭൂമാഫിയ. വീട്ടിലേക്കുള്ള കോൺക്രീറ്റ് പാത JCB ഉപയോഗിച്ച് തകർത്തു. ഏതാനും നാളുകൾക്ക് മുൻപ് ഭൂമി വാങ്ങിയ തമിഴ്നാട് സ്വദേശികളാണ് വഴി തകർത്തത്. നെടുങ്കണ്ടം പച്ചടി സ്വദേശിയായ കണ്ടച്ചാലിൽ ജോസ് തോമസിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കഴിഞ്ഞ രാത്രിയിൽ ഇല്ലാതായത്. ടാർ റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള പാതയുടെ ഇരുവശത്തുമായുള്ള ഭൂമി 2 വ്യത്യസ്ത വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ 2 വസ്തുവും ടാർ റോഡിന് എതിർഭാഗത്ത് വിവിധ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമിയും തമിഴ്നാട് സ്വദേശികൾ വിലയ്ക്ക് വാങ്ങി. തുടർന്ന് കൃഷി ഒരുക്കുന്നതിനായി JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചതോടെ ജോസിന്റെ വീട്ടിലേക്കുള്ള മൺപാതയിലൂടെ കാൽനട യാത്ര പോലും കഴിയാതായി. ഇതോടെ മൺപാത കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഒരു സംഘം ആളുകളെത്തി JCB ഉപയോഗിച്ച് പാത തകർത്തതായി ജോസ് പറഞ്ഞു. നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 25 വർഷമായിട്ട് സ്വതന്ത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇവർ വന്ന് സ്ഥലം എടുത്ത് കഴിഞ്ഞ് ഇത് ഹിറ്റാച്ച് കയറ്റി കളച്ച് എന്നാൽ ഒരു തരത്തിൽ ഈ വഴിയിൽ ഇറങ്ങാൻ വേണം. മണ്ണുംപൊടിയെല്ലാം കൂടെ ഇങ്ങോട്ട് പോകണം. പ്രായമുള്ളവരൊന്നും കൊണ്ടൊന്നും ഇറങ്ങത്തില്ല. അങ്ങനെയൊക്കെ ചടങ്ങായി ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ചെയ്തത്. കഴിഞ്ഞ പ്രായമുള്ള അമ്മച്ചയല്ലേ ഇറങ്ങി വരാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് രാത്രി 7:45 രാത്രിക്ക് വന്ന് കുളിച്ച് വന്നു. കുറേ ആളെയും വണ്ടിയെല്ലാം ആയിട്ട് വന്നു. ഞങ്ങൾ വീട്ടിലാളെ കുറവായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ലേഡീസാണ്. പരിക്കാത്ത ഒതുക്കി ഞാനും പരിക്കാത്ത ഒതുങ്ങി. നമ്മൾ രണ്ടും കൽപ്പിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കുളിച്ച് വണ്ടി അന്നേരം പോയി. എല്ലാം കൂടെ വലിച്ചു വാരി താഴെയിട്ട് പോയി. അങ്ങനെയാണ് സംഭവം. 25 വർഷമായി കുടുംബം ഉപയോഗിച്ചിരുന്ന പാതയാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത്. പ്രദേശം ഭൂമാഫിയയുടെ പിടിയിലാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചുറ്റുമുള്ള ഭൂമി വാങ്ങിയ ശേഷം വഴിയും വെള്ളവും തടസ്സപ്പെടുത്തി ചെറുകിട കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തുകയാണെന്നാണ് പരാതി. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാകുന്നതോടെ ഭൂമി വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗത്തിന് നേരെ വന്യജീവി ആക്രമണം. മൂന്നാർ കടലാർ വെസ്റ്റ് സ്വദേശി പഴനിസ്വാമിയുടെ പശുവിനെ കടുവയെ ആക്രമിച്ചു കൊന്നു. മേയാൻ വിട്ട പശു തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ലയത്തിന് സമീപം പശുവിന്റെ ജഡം കണ്ടെത്തിയത്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണം തുടരുകയാണ്. മൂന്നാർ കടലാർ വെസ്റ്റ് സ്വദേശി പഴനിസ്വാമിയുടെ പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നതാണ് ഒടുവിലത്തെ സംഭവം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മേയാൻ വിട്ട പശു തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ലയത്തിന് സമീപം തന്നെ പശുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 12ലേറെ കന്നുകാലികളാണ് കടുവയുടെ ആക്രമണത്തിൽ കടലാർ വെസ്റ്റിൽ മാത്രം തൊഴിലാളികൾക്ക് നഷ്ടമായത്. തോട്ടം മേഖലയിലാകെ ഇതിനോടകം 100 കണക്കിന് കന്നുകാലികൾ കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വന്യജീവി ആക്രമണം ഭയന്ന് തൊഴിലാളികൾ പലരും കാലി വളർത്തലിൽ നിന്നും പിന്നോക്കം പോയിട്ടുണ്ട്. തോട്ടം തൊഴിലിനൊപ്പം അധിക വരുമാന മാർഗം എന്ന നിലയിലാണ് തൊഴിലാളികൾ പലരും കന്നുകാലികളെ വളർത്തുന്നത്. എന്നാൽ വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്നത് തൊഴിലാളികൾക്ക് വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. ഒപ്പം വനംവകുപ്പിനെതിരെ തോട്ടം മേഖലയിൽ പ്രതിഷേധവും ശക്തമാണ്. ഉപ്പുതറയിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരിയായ വീട്ടമ്മയ്ക്ക് പരിക്ക്. വളകോട് ചോക്കാട്ട് ഷേർലി ജോണിനാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ വീട്ടമ്മയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളകോട് ഭാഗത്തു നിന്നും വന്ന കാറ് ഫെഡറൽ ബാങ്കിന് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും സമീപത്തു നിന്ന വീട്ടമ്മയെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വീട്ടമ്മയെയും സ്കൂട്ടറും ഇടിച്ച ശേഷം കാർ 20 മീറ്ററോളം മുന്നോട്ട് പോയി സമീപത്തെ കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ഇടിച്ചാണ് നിന്നത്. വളകോട് ചോക്കാട്ട് ഷെർലി ജോണിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. അപകടത്തിൽ സ്കൂട്ടറും പൂർണ്ണമായി തകർന്നു. ഫെഡറൽ ബാങ്കിന് സമീപം നിൽക്കുകയായിരുന്ന വീട്ടമ്മയെ പിന്നാലെ എത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഞാൻ ബാലൻസിന്റെ വാതിൽ വെച്ചിരുന്നതാ.
ചക്കുവെള്ളം സ്വദേശിയുടേതാണ് അപകടമുണ്ടാക്കിയ കാർ. വളകോട്ടിലെ തോട്ടത്തിൽ പോയി മടങ്ങിവരുന്ന വഴി ഉപ്പുതറ ഫെഡറൽ ബാങ്കിന് സമീപത്ത് വെച്ച നിയന്ത്രണം വിട്ട കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ വീട്ടമ്മയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഉപ്പുതറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നെടുങ്കണ്ടം വെസ്റ്റ് ഗ്രൗണ്ടിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. SFI DYFI പ്രവർത്തകരാണ് അറസ്റ്റിലായത്. നെടുങ്കണ്ടം നടുവിൽമുറിയിൽ അഭിജിത്ത്, പുഷ്പക്കണ്ടം പ്ലാവില പുത്തൻ വീട്ടിൽ അഖിൽ കൃഷ്ണൻ, ചക്കക്കാനം കണ്ണിയാലിൽ ശരത് ബാബു, പുഷ്പക്കണ്ടം മംഗൽ ഹലിലു റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതികളെ പിടികൂടിയത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിബിൻ അമ്മഞ്ചേരി, KSU ജില്ലാ സെക്രട്ടറി അലൻ സജി, മണ്ഡലം ഭാരവാഹി അലൻഡ് ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അലൻഡ് ജോസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റു 2 പേരെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച അലൻഡിനെ കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ കേസെടുത്ത് പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറായില്ലെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ തിങ്കളാഴ്ച നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. ഡാമിലെ ജലനിരപ്പ് 36.90 മീറ്ററിലേക്ക് താഴ്ത്തേണ്ടതുണ്ട്. ഇതിനായി കനാൽ വഴിയുള്ള ജലവിതരണം നിർത്തിവെക്കും. തുടർന്നായിരിക്കും സ്പിൽവേ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കുക. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സയും രാത്രികാല സേവനവും മുടങ്ങിയിട്ട് 3 മാസം പിന്നിടുന്നു. ഇതോടെ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ പലരും ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. അതേസമയം ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് നിയുക്തി MLA സിറിയക് തോമസ് വ്യക്തമാക്കി. തോട്ടം മേഖലയായ ഉപ്പുതറയിലെ ഏക സർക്കാർ ആശുപത്രിയാണ് ഉപ്പുതറ CHC. 7 ഡോക്ടർമാരുടെ സേവനം ലഭിച്ചിരുന്ന ആശുപത്രിയിൽ ഇന്ന് 2 സ്ഥിരം ഡോക്ടർമാരും 2 താൽക്കാലിക ഡോക്ടർമാരും മാത്രമാണുള്ളത്. ചിലർ സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. ഡോക്ടർമാരുടെ സ്ഥലം മാറ്റം തടയാൻ മെഡിക്കൽ ഓഫീസർ ശ്രമിച്ചെങ്കിലും മുൻ മന്ത്രിയെ ഉൾപ്പെടെ സ്വാധീനിച്ചാണ് ഇവർ സ്ഥലം മാറിപ്പോയത്. ഇതോടെ രാത്രികാല ചികിത്സയും നിർത്തി. പുതിയ MLA ആയി സിറിയക് തോമസ് വിജയിച്ചതോടെ വീണ്ടും ആശുപത്രിയുടെ പ്രവർത്തനം പഴയ നിലയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സിറിയക് തോമസ് ഉപ്പുതറ CHCയിൽ സന്ദർശനവും നടത്തി. ഡോക്ടർമാരുടെ അഭാവവും അതുപോലെ തന്നെ കിടത്തി ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അതിനൊരു മാറ്റമുണ്ടാകണം. ഇന്നലെ അവിടുത്തെ DMO നമ്മളവിടുത്തെ മെഡിക്കൽ ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ ആ ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ എന്നെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. സ്ഥലം സന്ദർശിച്ച MLAയുമായി ആശുപത്രിയിലെ പോരായ്മകളും മറ്റും ജീവനക്കാർ പങ്കുവച്ചു. മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനം ആവശ്യപ്പെട്ട ജീവനക്കാരോടും ആശുപത്രിയിലെത്തിയ നാട്ടുകാരോടും ഈ കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. ആരോഗ്യവകുപ്പിന് കീഴിൽ ദേവികുളം താലൂക്ക് പരിധിയിലെ വിവിധ ആദിവാസിയിടങ്ങളിൽ ആരോഗ്യ സേവനം ലഭ്യമാക്കി വന്നിരുന്ന മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന് വാഹനമില്ലാത്തത് പ്രതിസന്ധിയാകുന്നു. ആദിവാസിയിടങ്ങളിൽ നടക്കേണ്ടുന്ന മെഡിക്കൽ ക്യാമ്പുകൾ അടക്കം വാഹനമില്ലാത്തതിന്റെ പേരിൽ പ്രതിസന്ധിയിലാകുന്നതായും പരാതി ഉയരുന്നു. വാഹനം അനുവദിക്കുന്നതിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. ഒരു ഡോക്ടർ അടക്കം 5 പേരാണ് ആരോഗ്യവകുപ്പിന് കീഴിൽ ദേവികുളം താലൂക്ക് പരിധിയിലെ ഗോത്രമേഖലകളിൽ ആരോഗ്യ സേവനം എത്തിക്കാൻ വേണ്ടുന്ന മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലുള്ളത്. താലൂക്ക് പരിധിയിലെ വിവിധ ആദിവാസിയിടങ്ങളിലെത്തി ക്യാമ്പുകൾ നടത്തുക, ആരോഗ്യ പരിശോധനകൾ നടത്തുക, മരുന്നുകൾ വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ കാര്യങ്ങളാണ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ചെയ്തു പോരുന്നത്. എന്നാൽ ഏതാനും നാളുകളായി മൊബൈൽ മെഡിക്കൽ യൂണിറ്റിനായി വാഹനമില്ലാത്തത് യൂണിറ്റിന്റെ നല്ല നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ഉണ്ടായിരുന്ന വാഹനം ലേലം ചെയ്തു പോയതോടെയാണ് പ്രതിസന്ധി രൂപം കൊണ്ടത്. പിന്നീട് യൂണിറ്റിനായി സമയബന്ധിതമായി വാഹനം ലഭിച്ചതുമില്ല. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും താൽക്കാലികമായി ഒരുക്കി നൽകുന്ന വാഹനമാണ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ ഇപ്പോഴത്തെ ആശ്രയം. എന്നാൽ ചില ദിവസങ്ങളിൽ വാഹനമില്ലാതെ വരുന്നതോടെ ഗോത്രമേഖലകളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ അടക്കം മുടങ്ങും. കഴിഞ്ഞ ദിവസം അടിമാലി മച്ചിപ്ലാവ് കുടിയിലടക്കം ഇത്തരത്തിൽ മുമ്പേ പ്രഖ്യാപിച്ച ക്യാമ്പ് മുടങ്ങി. നിരവധി പേർ ക്യാമ്പിനായി കാത്തുനിന്ന ശേഷം തിരികെ പോകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റിനായി ജില്ലാ ആരോഗ്യ വകുപ്പ് ഇടപെട്ട് വാഹനമൊരുക്കി നൽകാൻ നടപടി വേണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത്. ഈ മൊബൈൽ യൂണിറ്റിലേക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്
ഒരു ഡോക്ടർ ഉൾപ്പെടെ 5 ജീവനക്കാരാണ്. ഈ ആളുകളെ ഇപ്പോൾ വിവിധ മേഖലകളിലേക്ക് മാറ്റി വിന്യസിപ്പിക്കുകയാണ്. ഇത് കാണുമ്പോൾ തോന്നുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങാനും ഒന്നും ഈ മൊബൈൽ യൂണിറ്റ് വരാൻ സാധ്യതയില്ല തരത്തില്ല. ഈ വരാൻ പോകുന്ന സാഹചര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാലവർഷം ഉൾപ്പെടെയുള്ള ഈ സമയത്ത് രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ മേഖലകളിൽ അടിയന്തരമായി ഇവിടെ അനുവദിച്ചു വന്നിട്ടുണ്ടായ മൊബൈൽ യൂണിറ്റ് കൊടുക്കുകയും ജീവനക്കാരെ അതിൽ തന്നെ നിയമിച്ച് ദേവികുളം താലൂക്കിലെ ഉന്നതികളിൽ അടിയന്തരമായി ഇടപെടൽ നടത്താൻ അധികാരികൾ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഹെൽത്ത് സർവീസിനായി ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് മാത്രമാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഈ യൂണിറ്റിന് വാഹനമൊരുക്കി നൽകാൻ കഴിയാത്തത് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയാണെന്നും ആക്ഷേപമുണ്ട്. മൊബൈൽ യൂണിറ്റിന്റെ ഭാഗമായുള്ള ഡോക്ടറെ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ പേരിൽ മറ്റൊരിടത്തേക്ക് ജില്ലാ ആരോഗ്യ വകുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിക്കാൻ നീക്കം നടത്തുന്നതായും വിവരമുണ്ട്. ഈ നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ പ്രവർത്തനം താളം തെറ്റുമോ എന്ന ആശങ്ക ഉയരുന്നു. ചികിത്സാ സൗകര്യങ്ങൾ കുറവുള്ള ആദിവാസി ഉന്നതികൾക്ക് ആശ്വാസമായിരുന്ന മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ പ്രവർത്തനം വാഹനമടക്കം അനുവദിച്ച് കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ബാംഗ്ലൂർ സെന്റ് മേരീസ് ആൻഡ് സ്വാമി വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള BSc ജനറൽ നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. ഈ വർഷം മുതൽ 2 കോഴ്സുകളിലും ചേരുന്നവർക്ക് നഴ്സിംഗ് പഠനത്തോടൊപ്പം ജർമ്മൻ ഭാഷാ പരിശീലനവും നൽകും. കൂടാതെ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരവും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് സിലബസിൽ തന്നെ ഉൾപ്പെടുത്തിയാണ് ജർമ്മൻ ഭാഷാ പരിശീലനം നൽകുന്നത്. കോഴ്സ് പൂർത്തീകരണത്തിന് ശേഷം ജർമ്മൻ ഭാഷാ പരീക്ഷ പാസ്സാകുന്നതോടെ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഒരുക്കി നൽകും. കൂടാതെ 3 വർഷത്തെ ജനറൽ നഴ്സിംഗ് കോഴ്സിനൊപ്പവും ജർമ്മൻ ഭാഷ പരിശീലിപ്പിക്കുകയും കോഴ്സ് പൂർത്തീകരണത്തിന് ശേഷം 2 സർട്ടിഫിക്കറ്റുകളുടെയും സഹായത്താൽ ജർമ്മനിയിൽ നഴ്സിംഗ് കരിയർ തുടങ്ങുന്നതിനുള്ള അവസരവും ഒരുക്കും. സെന്റ് മേരീസ് ആൻഡ് സ്വാമി വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള BSc നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഈ വർഷത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത 2 കോഴ്സിനും ചേരുന്നവർക്ക് കോഴ്സിനോടൊപ്പം തന്നെ ജർമ്മൻ ഭാഷ പരിശീലിപ്പിച്ച് കോഴ്സ് പൂർത്തിയായതിനു ശേഷം ജർമ്മനിയിൽ ജോലി ചെയ്യാൻ അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ്. BSc നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗിനോടൊപ്പം തന്നെ അതിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ജർമ്മൻ പരിശീലിപ്പിക്കുന്നതും കോഴ്സ് പൂർത്തിയായതിനു ശേഷം നിങ്ങൾ ജർമ്മൻ ഭാഷ പാസ്സാവുന്നതും അതിനോടൊപ്പം തന്നെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേഴ്സിംഗ് കരിയർ ജർമ്മനിയിൽ ആരംഭിക്കാൻ ഞങ്ങൾ അവസരം ഒരുക്കുന്നു. GNM കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് അറിയാമല്ലോ. 3 വർഷത്തെ കോഴ്സിനോടൊപ്പം തന്നെ ഞങ്ങൾ പരിശീലിപ്പിക്കുന്നു, ജർമ്മൻ ഭാഷ പരിശീലിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കോഴ്സ് പൂർത്തീകരണത്തിന് ശേഷം 2 സർട്ടിഫിക്കറ്റിൻ്റെ സഹായത്താൽ GNM സർട്ടിഫിക്കറ്റ് ആൻഡ് ജർമ്മൻ ഭാഷ സർട്ടിഫിക്കറ്റ് 2ൻ്റെയും സഹായത്താൽ നിങ്ങൾക്ക് നേഴ്സിംഗ് കരിയർ ജർമ്മനിയിൽ ആരംഭിക്കാൻ ഞങ്ങൾ അവസരം ഒരുക്കി തരുന്നു. മറ്റൊരു പ്രത്യേകത ഈ 2നും ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചാർജായി യാതൊരുവിധ പേയ്മെൻറ്റും ഈടാക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ ടോട്ടൽ ഫീസ് ഈ പാക്കേജിനുള്ള ടോട്ടൽ ഫീസ് വരുന്നത് BSc വിത്ത് ജർമ്മൻ ആണെങ്കിൽ 8.5 ലക്ഷം രൂപ. അതിനകത്ത് ഫുഡ്, അക്കോമഡേഷൻ, യൂണിഫോം, ആദ്യത്തെ വർഷം ടെക്സ്റ്റ് ബുക്സിൻ്റെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. GNM ആണെങ്കിൽ 4.25 ലക്ഷം രൂപയ്ക്ക് അക്കോമഡേഷൻ, ഫുഡ്, പഠന സൗകര്യങ്ങൾ, യൂണിഫോം, ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ 4.5 ലക്ഷം രൂപയ്ക്ക് GNM കോഴ്സ് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കി തരുന്നു. 2ൻ്റെയും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ നിബന്ധന പ്രകാരം ഞങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റുകളിലേക്ക് മാത്രം ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു പ്രത്യേകത. കേരളത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോളേജ് സന്ദർശിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം ഞങ്ങൾ ഒരുക്കുന്നു. നിങ്ങളുടെ സൗകര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ അവസരം ഒരുക്കുന്നു. മാത്രമല്ല ഞങ്ങളുടെ അഡ്മിഷൻ ഓഫീസ് എറണാകുളത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. BSc നഴ്സിംഗിൽ പഠിക്കുന്നതിന് 8.5 ലക്ഷം രൂപയും ജനറൽ നഴ്സിംഗ് പഠിക്കുന്നതിന് 4.25 ലക്ഷം രൂപയുമാണ് മുടക്ക് വരുന്നത്. 2 കോഴ്സുകളുടെ കൂടിയും ജർമ്മൻ ഭാഷ പരിശീലിപ്പിക്കുന്നതിന് അധിക ഫീസ് ഈടാക്കുന്നതല്ല. ഫുഡ്, അക്കോമഡേഷൻ, യൂണിഫോം, മറ്റു പഠന സഹായികൾ, ആദ്യ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് എന്നിവയും ഇതിൽ ഉൾപ്പെടും. 2 കോഴ്സുകളിലും പ്ലേസ്മെന്റ് ചാർജ് ഈടാക്കുന്നില്ല എന്നതും പ്രത്യേകതയാണ്. കേരളത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ ഇവിടെ പഠനം നടത്തുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് സന്ദർശിച്ച നിലവിൽ ഇവിടെ പഠനം നടത്തുന്ന കുട്ടികളുമായി സംസാരിക്കുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി ഈ വരുന്ന 23-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 12 മണി വരെ കട്ടപ്പന YMCA ഹാളിൽ വെച്ച് കരിയർ ഗൈഡൻസ് സെമിനാറും ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കിയിട്ടുണ്ട്. +2 കഴിഞ്ഞ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിവിധ മേഖലകളെക്കുറിച്ചും
എവിടെ പഠിക്കാം, എങ്ങനെ പഠിക്കാം എന്നതിനെപ്പറ്റിയും സെമിനാർ വിശദീകരിക്കും. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 12 മണി വരെ കട്ടപ്പന YMCA ഹാളിൽ വെച്ചൊരു കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തപ്പെടുന്നു. +2 ശേഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലകളെക്കുറിച്ച്, അതായത് നേഴ്സിംഗ്, MBBS, എഞ്ചിനീയറിംഗ്, മറ്റ് ടെക്നിക്കൽ കോഴ്സുകൾ എവിടെ പഠിക്കാം, എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു ചർച്ച നടത്തപ്പെടുന്നു. നിങ്ങളുടെ എല്ലാവിധ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ രാവിലെ 10:30 കട്ടപ്പന YMCA ഹാളിൽ എത്തിച്ചേർന്നാൽ നിങ്ങളുടെ അടുത്ത കരിയറിലേക്കുള്ള ഒരു മാർഗനിർദ്ദേശം നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. പരിചയസമ്പന്നരായ ജർമ്മൻ പരിശീലകർ മെച്ചപ്പെട്ട പരിശീലനത്തിന് ചെറിയ ബാച്ചുകൾ A1, A2, B1, B2 തുടങ്ങിയ ലെവലുകൾ, ജർമ്മനിയിൽ ജോലി അവസരങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം, നിബന്ധിത പഠന മെറ്റീരിയലുകൾ, ഇന്റർവ്യൂ പരിശീലനം ആൻഡ് സപ്പോർട്ട്, വിദേശത്ത് ജോലിക്കുള്ള സഹായവും മാർഗനിർദ്ദേശവും, ഫാമിലി വിസ സപ്പോർട്ട് എന്നിവയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കി നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളത്തുള്ള അഡ്മിഷൻ ഓഫീസുമായോ 9961261361 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. INTUC ചക്കവള്ളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീപെരുമ്പത്തൂരിലേക്ക് രാജീവ് സ്മൃതി യാത്ര സംഘടിപ്പിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് സിബി വെള്ളമറ്റത്തിന്റെ നേതൃത്വത്തിലാണ് യാത്ര പുറപ്പെട്ടത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം മടങ്ങിയെത്തുന്ന തരത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. INTUC പ്രവർത്തകരും നേതാക്കളും മഹിളാ സംഘ നേതാക്കളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടുന്ന സംഘത്തിൽ 20-ലേറെ പേരുണ്ട്. INTUC ചക്കവള്ളം മണ്ഡലം പ്രസിഡന്റ് സിബി വെള്ളമറ്റം, കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അജി കീഴ്വാറ്റ്, ചക്കവള്ളം ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ ജോർജ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോൺസി വർഗീസ്, സംഘടനാ ഭാരവാഹികളായ മോനിച്ചൻ ഇളപ്പുങ്കൽ, ജോളി ജോർജ് കണ്ടത്തിൽ, ആണ്ടവർ, ജയ ചെല്ലപ്പൻ, സൈജൻ കുറയന്നൂർ, സെൽവകുമാർ, അച്ചാമ വർഗീസ് എന്നിവർ സ്മൃതിയാത്രയ്ക്ക് നേതൃത്വം നൽകും. പീരുമേട് യൂണിയൻ ശ്രീനാരായണ ധർമ്മ വിചാരയജ്ഞം മെയ് 22 കുമളിയിൽ നടക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുമളി ഹോളിഡേ ഹോമിലാണ് പരിപാടി നടക്കുക. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യജ്ഞം സംഘടിപ്പിക്കുന്നത്. രാവിലെ 7 മണിക്ക് യജ്ഞവേദിയിൽ മീനാക്ഷി ഗോപി വൈദ്യർ ഭദ്രദീപ പ്രകാശം നിർവഹിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് ഗുരുപൂജ, മഹാശാന്തി ഹവനം, വിളക്കുപൂജ എന്നിവ നടക്കും. 9:30 ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുരുപ്രകാശ് പ്രസാദ് സ്വാമികൾ ധർമ്മപ്രബോധനം നടത്തും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന യജ്ഞ സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SNDP യൂണിയന്റെ നേതൃത്വത്തിൽ 22-ാം തീയതി വെള്ളിയാഴ്ച ശ്രീനാരായണ ധർമ്മ വിചാരണ യജ്ഞം എന്ന പരിപാടി കുമളി ഹോളിഡേ ഹോമിൽ വെച്ച് നടത്തപ്പെടുകയും രാവിലെ 6:30 മണിക്ക് യജ്ഞം ആരംഭിക്കും. വിവിധ സ്വാമിമാരുടെ നേതൃത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒക്കെ നടത്തുന്നുണ്ട്. വൈകിട്ട് 4 മണിക്ക് ഈ യജ്ഞത്തിൻ്റെ സമാപന സമ്മേളനം ബഹുമാനീയനായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന യജ്ഞപരിപാടികൾ കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിലെ സെക്രട്ടറി ശ്രീമദ് ഗുരുപ്രകാശ് സ്വാമികളും ചേർത്തല വിശ്വഹാജി മഠത്തിലെ കാര്യദർശിയായ ശ്രീമദ് പ്രബോധന സ്വാമികളും ശ്രീ ഷാജി ശാന്തികളും വൈദിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. 9:30 മണിക്ക് ശ്രീ ഗുരുപ്രകാശ് സ്വാമികളുടെ ആത്മീയ പ്രബോധനവും അതിനുശേഷം 10:30 മണിയോടുകൂടി ബോധവൽക്കരണ ക്ലാസ്സാണ്. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് PK രാജൻ, സെക്രട്ടറി KP ബിനു, PV സന്തോഷ്, K ഗോപി, KR വിശ്വനാഥൻ, സിന്ധു വിനോദ്, VS സുനീഷ്, രാജേഷ് ലാൽ, പ്രമോദ് ധനപാലൻ, MG ഷിബു, NG സലിംകുമാർ എന്നിവർ പങ്കെടുത്തു. നാരകക്കാനം സെന്റ് ജോസഫ് UP സ്കൂൾ ഗോൾഡൻ ജൂബിലി നിറവിൽ. സുവർണ ജൂബിലി ആഘോഷങ്ങളും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക കുടുംബ മഹാസംഗമവും മെയ് 23-ാം തീയതി ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടക സമിതി ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1964 ഓഗസ്റ്റ് 15 ഒരു ഷെഡിൽ വേലു ആശാൻ ആരംഭിച്ച ആശാൻ കളരിയിൽ നിന്നാണ് നാരകക്കാനം സെന്റ് ജോസഫ് UP സ്കൂളിന്റെ തുടക്കം. പിന്നീട് നാരകക്കാനത്തെ ആദ്യ വികാരി മലേക്കുടി അച്ഛന്റെ നേതൃത്വത്തിൽ 1969 പുതിയ കെട്ടിടം നിർമ്മിച്ചു. 1975 എയ്ഡഡ് LP സ്കൂളായി ഉയർന്ന ഈ വിദ്യാലയം ഇപ്പോൾ ഗോൾഡൻ ജൂബിലി നിറവിലാണ്.
23-ന് ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ സ്കൂൾ അങ്കണത്തിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ നാരായണത്തെ സെന്റ് ജോസഫ്സ് യു.പി. സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ഈ മാസം 21-ാം തീയതി വളരെ വിപുലമായി ആഘോഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം 1964 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇവിടെ രാശാൻ കളരി ആരംഭിച്ച് പ്രവർത്തനം ആരംഭിച്ച സ്കൂള് പിന്നീട് പടിപടിയായി ഉയർച്ചയിലെത്തുകയും ഇവിടെ 7ാം ക്ലാസ് വരെയുള്ള സ്കൂളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഹൈറേഞ്ചിൻ്റെ തിരുകക്കുറിയായി ഈ നാരേക്കാനം സെൻറ്റ് ജോസഫ്സ് യു.പി. സ്കൂൾ മാറിയിട്ടുണ്ട്. ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി അവിടെ പഠിപ്പിച്ച പൂർവികരായിട്ടുള്ള അധ്യാപകരെയും ആ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി നേതൃപരമായ പങ്കുവഹിച്ചിട്ടുള്ള മഹത് വ്യക്തികളെയെല്ലാം പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അന്ന് അവിടെ ഒരു ആദരവ് നൽകുകയാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി മുൻകാല അധ്യാപകരെയും സ്കൂൾ നിർമ്മാണ കാലത്ത് പങ്കാളികളായി മുതിർന്നവരെയും ആദരിക്കും. പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂളിന് നൽകുന്ന പുതിയ ഡെസ്ക്, ബെഞ്ച്, കസേര എന്നിവയുടെ കൈമാറ്റവും സുവർണ ജൂബിലി സ്മാരക വോളിബോൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. പൊതുസമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് എം.പി, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ.എം. സാബു മാത്യു IPS, ഇടുക്കി രൂപത മുഖ്യവികാരി ജനറൽ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളാകും. തുടർന്ന് സ്നേഹവിരുന്നും കൊച്ചിൻ ദക്ഷയെ അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും. ചെറുതോണിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ അനിൽ കൂവപ്ലാക്കൽ, തങ്കച്ചൻ വേമ്പേനി, ജോസഫ് പന്നക്കൽ, അപ്പച്ചൻ വേങ്ങക്കൽ, റെജി ചിറ്റേട്ട് എന്നിവർ പങ്കെടുത്തു. അണക്കര ലയൺസ് ക്ലബിന്റെയും അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മയുടെയും കുമളി ഓൺലൈൻ വാട്സാപ്പ് കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് 24-ാം തീയതി ഞായറാഴ്ച അണക്കരയിൽ നടക്കും. SNDP ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പിൽ ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുമളി കെയർ ആൻഡ് ക്യൂർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് വരുന്ന ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അണക്കര SNDP ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഹൃദയരോഗ ചികിത്സയിലും ശ്വാസകോശ രോഗ ചികിത്സയിലും പ്രഗത്ഭരായ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിക്കും. സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്യുമെന്ന് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഷിബു തോമസ്, സണ്ണി പൊടിപ്പാറ, അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലക്കൽ എന്നിവർ പറഞ്ഞു. അണക്കര ലയൺസ് ക്ലബിൻ്റെയും അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മയുടെയും കുമളി ഓൺലൈൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും സംയുക്തമായിട്ട് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അണക്കര SNDP ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 9 മണി തൊട്ട് 2 മണി വരെ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ക്യാമ്പിൽ വെച്ച് സൗജന്യ ECG പരിശോധന, ഷുഗർ പരിശോധന എന്നിവയും സൗജന്യ നിരക്കിൽ എക്കോ, രക്തപരിശോധനകളും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ക്യാമ്പിനോടനുബന്ധിച്ച് സൗജന്യമായി CPR പരിശീലനവും നൽകും. കട്ടപ്പന ഹൈഫ്രഷ് ഹൈപ്പർ മാർട്ടിൽ സ്കൂൾ വിപണി ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച ഓഫറുകളുമായാണ് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ ഹൈഫ്രഷ് ഹൈപ്പർ മാർട്ടിൽ സ്കൂൾ വിപണി ഒരുക്കിയിരിക്കുന്നത്. വിവിധ കമ്പനികളുടെ പഠനോപകരണങ്ങൾ വമ്പിച്ച വിലക്കുറവിലാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. പേപ്പർ സോഫ്റ്റ് 5 ബുക്ക് വാങ്ങുമ്പോൾ 5 എണ്ണം ഫ്രീ ഉൾപ്പെടെ നിരവധി ഓഫറുകൾ ഹൈഫ്രഷിൽ ഒരുക്കിയിട്ടുണ്ട്. വിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. സ്കൂൾ കുട്ടികൾക്ക്, സ്കൂളിലെയും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്കുകൾ, അതോടൊപ്പം തന്നെ ബാഗുകൾ, ടിഫിൻ ബോക്സ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആളുകൾക്ക് ലഭിക്കത്തക്ക നിലയിലുള്ള ഒരു ക്രമീകരണമാണ് നമ്മളിവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ആകർഷകങ്ങളായ നിരവധി ഓഫറുകൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും മിതമായ നിരക്കിൽ സ്കൂൾ വിപണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടത്തക്ക നിലയിലുള്ള ഒരു ക്രമീകരണമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ബോർഡ് മെമ്പർമാരായ ജോയി ആനിത്തോട്ടം, KJ ബെന്നി, സജീന്ദ്രൻ പൂവാങ്കൽ, സിന്ധു വിജയകുമാർ, സെക്രട്ടറി റോബിൻസ് ജോർജ് എന്നിവർ പങ്കെടുത്തു. മഴയെപ്പോലും ആഘോഷമാക്കി മുന്നേറി കട്ടപ്പന ഫെസ്റ്റ് 2K26. കുടുംബാംഗങ്ങളായും സുഹൃത്ത് സംഘങ്ങളായും എത്തുന്നവർ ഫെസ്റ്റിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞു. ലൈവ് ബീറ്റ് ഷോ, മെർമെയ്ഡ് ഷോ, മനോഹരമായ ഫ്ലവർ ഷോ, വിവിധ കൺസ്യൂമർ സ്റ്റാളുകൾ എന്നിവയാണ് സന്ദർശകരുടെ പ്രധാന ആകർഷണങ്ങൾ.
മെയ് 28 വരെ നീളുന്ന ഫെസ്റ്റിൽ നിരവധി വൈവിധ്യമാർന്ന പരിപാടികളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. യുവാക്കളെ ആവേശത്തിലാഴ്ത്തുന്ന ഫോം പാർട്ടിയും സിനിമാ താരം ഫുക്രുവിന്റെ DJ ഷോയും മെയ് 21 വൈകിട്ട് നടക്കും. കൂടാതെ ഓരോ ദിവസവും പുതുമ നിറഞ്ഞ പരിപാടികളുമായാണ് കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിൽ കട്ടപ്പന ഫെസ്റ്റ് 2K26 മുന്നേറുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. തങ്ങൾ പഠിച്ച വിദ്യാലയത്തെ മറക്കാതെ പുതിയ തലമുറയ്ക്ക് താങ്ങാവുകയാണ് സേനാപതി മാർബേസിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി നൊസ്റ്റാൾജിയ കൂട്ടായ്മ കയ്യടി നേടുകയാണ്. വിദ്യാലയമുറ്റത്തു നിന്നും പകർന്നു കിട്ടിയ അറിവിന്റെ വെളിച്ചത്തിന് നന്ദിയായി പുതിയ തലമുറയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങേകി ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. സേനാപതി മാർബേസിൽ സ്കൂളിലെ 1999-2003 കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ നൊസ്റ്റാൾജിയയാണ് മാതൃകാപരമായ ഈ കാരുണ്യ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത്. 8, 9, 10 ക്ലാസ്സുകളിൽ ഒന്നിച്ചു പഠിച്ച ഇവരുടെ ഈ കൂട്ടായ്മ തങ്ങൾ പഠിച്ചു വളർന്ന വിദ്യാലയത്തോടുള്ള കടപ്പാട് മുൻനിർത്തിയാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സ്നേഹസമർപ്പണമായി നൽകിയത്. സ്കൂളിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ നൊസ്റ്റാൾജിയ പ്രതിനിധികളായ സിനോജ്, ഷെമ്മീസ് എന്നിവർ ചേർന്ന് പഠനോപകരണങ്ങൾ സ്കൂൾ പ്രധാനാധ്യാപിക ഡെയ്സിക്ക് കൈമാറി. കഴിഞ്ഞ ഏപ്രിൽ 21 സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് ഇങ്ങനെയൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂട്ടായ്മ രൂപം നൽകിയത്. കേവലം ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഒത്തുചേരലുകളെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠനോപകരണ വിതരണ പദ്ധതി നടപ്പിലാക്കിയത്. 2002-2003 അധ്യയന വർഷത്തിൽ സേനാപതി മാർബേസിൽ സ്കൂളിൽ നിന്നും 8, 9, 10 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നൊസ്റ്റാൾജിയ എന്ന പേരിൽ സമുചിതമായി കഴിഞ്ഞ മാസത്തിൽ ഈ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. അതിൽ അവരെടുത്ത തീരുമാനപ്രകാരം സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ ചെറിയൊരു സഹായം എന്ന നിലയിൽ കുറച്ച് പഠനോപകരണങ്ങൾ നൽകാൻ അവരന്ന് തീരുമാനമെടുത്ത് പോയതാണ്. അതിന് പ്രകാരം അവരുടെ പ്രതിനിധികൾ നമ്മുടെ സ്കൂളിൽ വരികയും നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഇന്ന് ഇവിടെ നൽകുകയും ഉണ്ടായി. ഈ അവസരത്തിൽ അവരെ ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിലും തുടരുമെന്ന നൊസ്റ്റാൾജിയ കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിനും വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനുമായി കൂടുതൽ പദ്ധതികൾ വരും ദിവസങ്ങളിൽ നടപ്പിലാക്കാനൊരുങ്ങുകയാണ് ഈ കൂട്ടായ്മ. പഠിച്ചിറങ്ങിയ വിദ്യാലയത്തെയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തെയും നെഞ്ചിലേറ്റുന്ന ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇടപെടൽ മറ്റുള്ളവർക്കും വലിയൊരു പ്രചോദനവും മാതൃകയുമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലേല വിവരം. ആകെ ലോട്ട് 243. വിൽപ്പനയ്ക്ക് വന്നത് 62,774. വിൽപ്പന നടന്നത് 56,651. കൂടിയ വില 2,809. ശരാശരി വില 2,429. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ. ഏലം കൂടിയ വില 2,480. ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 380. ഗ്രാമ്പൂ 900. കൊക്കോ 90. റബ്ബർ 230. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 14,515 രൂപ. വെള്ളി 285. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HSN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ.
കട്ടപ്പന ഫെസ്റ്റിന് സ്റ്റേഡിയം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസ് കവാടത്തിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ നേരിയ തോതിൽ ഉന്തും തള്ളും. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിൽ ഈ മാസം മുതൽ പ്രവർത്തനം ആരംഭിക്കും. താൽക്കാലികമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സെന്റർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി നിയുക്ത MLA റോയ് കെ പൗലോസ്. നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തകർത്ത ഭൂമാഫിയ. വീട്ടിലേക്കുള്ള കോൺക്രീറ്റ് പാത JCB ഉപയോഗിച്ച് തകർത്തു. വഴി തകർത്തത് ഏതാനും നാളുകൾക്ക് മുൻപ് ഭൂമി വാങ്ങിയ തമിഴ്നാട് സ്വദേശികൾ. മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗത്തിന് നേരെ വന്യജീവി ആക്രമണം. മൂന്നാർ കടലാർ എസ്റ്റേറ്റ് സ്വദേശി പഴനിസ്വാമിയുടെ പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നു. ലയത്തിന് സമീപം പശുവിന്റെ ജഡം കണ്ടെത്തിയത് മേയാൻ വിട്ട പശു തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.